ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തെ ഏറ്റവും കൂടുതൽ മങ്ങലേൽപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അവൻ വിശ്വസിക്കുന്ന മതം. രണ്ടാമത്തത് അവനായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അല്ലേ? അപ്പം ഇത് തമ്മിലുള്ള ഒരു അടി, അത് മാത്രമേ ഇവിടെ നടന്നുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് കോഴിക്കോട് ശിരൂരിൽ മണ്ണിടിച്ചിലിനോടൊപ്പം കാണാതായ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിയും 72 ദിവസത്തെ തിരോധാനത്തിന് തെരച്ചിലിനൊടുവിൽ അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടെത്തുകയും അതിനുശേഷം വന്ന കോലാഹലങ്ങളെയും പറ്റിയിട്ടാണ്. അപ്പം ഇവിടെ ആരാണ് ശരി? അർജുൻ്റെ ഫാമിലിയാണോ ശരി, മനാഫാണോ ശരി എന്നുള്ളതാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും പല യൂട്യൂബേഴ്സും ന്യൂസ് ചാനൽസും ഒക്കെ വന്ന് സംസാരിക്കുന്നത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട്. എന്നാൽ അതിനപ്പുറത്തോട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയായ സാഹചര്യങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിലേക്ക് കടന്ന ഘടകം എന്തെല്ലാം എന്നുള്ളത് പലപ്പോഴും പലരും നല്ല ആരും പറഞ്ഞു കേൾക്കുന്നില്ല. അപ്പം അതിനെപ്പറ്റിയാണ് നമ്മളപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ എടുക്കട്ടെ, ഈ ഒരു അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാണാതാവലിൽ അവസാനം ബോഡി കണ്ടെത്തുന്നത്, അതായത് ആ ഒരു മരണത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ആർക്കായിരിക്കാം? അതിലൊരുപാട് പ്രാർത്ഥിച്ചവരും കരഞ്ഞവരുമാണ് ലോകത്തിലെ മലയാളികളല്ലാത്ത ആൾക്കാരും, ഈ പറഞ്ഞ എഫേർട്ട് എടുത്ത സർക്കാരാണെങ്കിലും ഈ ന്യൂസ് ചാനൽസ് ആണെങ്കിലും എല്ലാവരും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നഷ്ടം വന്നത് അവരുടെ കുടുംബത്തിനാണ്. അപ്പോൾ അവരുടെ കുടുംബം മുമ്പേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ. അതൊന്നാമത്തെ കാരണം മരണം. രണ്ടാമത്തെ കാരണം തങ്ങളുടേതായ റീസൺസ് അല്ലാതെ, അല്ലെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യാതെ ഞങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസീവായിട്ടുള്ളൊരു സൈബർ ആക്രമണം. അതായത് അവരൊന്നും അറിഞ്ഞ പോലും ഇല്ല, അതേസമയം അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടും ജസ്റ്റിഫൈഡ് അല്ലാത്ത, അല്ലെങ്കിൽ ഒരു തരത്തിലേക്കുള്ള ജസ്റ്റിഫിക്കേഷൻസും കൊടുക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ഒരു സൈബർ ആക്രമണം. അപ്പം ഈ ഒരു എന്താ പറയുക, അതായത് മരിച്ചു കഴിഞ്ഞ് ബോഡി കിട്ടുന്നവരെ അവർ വളരെ ഒരു ബുദ്ധിമുട്ട് സ്റ്റേജിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിട്ട് ഇത്രയും വീണ്ടും അവരെ തളർത്തി താഴോട്ടിടുന്നു. ഒന്നോർക്കുക, പലർക്കും പല ഡിഫറൻസസ് ഇൻ ഒപ്പീനിയൻസ് ഉണ്ടാവും. ബട്ട് ഈ കുടുംബം ഇവരും സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നവരാണ്. ഇവരുടെ പറ്റിയിട്ടുള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇവരുടെ കുടുംബത്തിൽ വേറെ ആർക്കും ജോലിയില്ല, അല്ലെങ്കിൽ വേറെ ആരും അതിനു വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് പോലും ഇടുന്നില്ല. ഇത്രയും കാണാതായി, മരിച്ചു, ബോഡി കിട്ടി, ഇത്രയും നാളായിട്ട് ആരും ഒന്നും നോക്കാൻ പോലും വന്നില്ല എന്നൊക്കെയുള്ള തരത്തിലേക്കുള്ളൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടാവുന്നുണ്ട്. ഈ ഒരു തെറ്റിദ്ധാരണ ഇനിയും നിലനിൽക്കുകയാണെങ്കിൽ ഇവർ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടവരാണ്, സൊസൈറ്റിയിലെ പലരുടെയും ചോദ്യത്തിന് ഒരു ഉത്തരം പറയേണ്ടവരുമാണ്. അതുകൊണ്ടാണ് അവർ ഒരു പത്രസമ്മേളനം 2 ദിവസം മുമ്പ് വിളിച്ചു വരുത്തുകയും, അതായത് മെനഞ്ഞാന്നാണെന്നൊന്നും വിളിച്ചു വരുത്തുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതും കൂടെ കഴിഞ്ഞപ്പം പിന്നെ അവർക്ക് ഉള്ള സൈബർ ആക്രമണത്തിൻ്റെ ഒരു 4 ഇരട്ടി മാസീവ് സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ പറയുന്നത് ഞങ്ങൾക്ക് സഹതാപം വേണ്ടാന്നാണ്. ഇപ്പോൾ സഹതാപം പോയിട്ട് ഭയങ്കര ഒരു ഹേറ്റഡാണ് അവരിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കമ്മിങ് ബാക്ക് ടു വാട്ട് ഐ വാസ് ടെല്ലിങ് പ്രീവിയസ്ലി, ഈ ഒരു ലഹള, അതായത് മനാഫിനെ പറ്റിയിട്ട് ഒരു 90% ആൾക്കാരും അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നു കേരളത്തിൽ. രണ്ടാമത് അർജുൻ്റെ കുടുംബത്തിലേക്കുള്ള ഒരു ചുരുങ്ങിയ ശതമാനം ആൾക്കാർ മാത്രമേ അവരെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്നില്ല, അഥവാ അവരുടെ ഭാഗത്ത് നിൽക്കുന്നെങ്കിൽ പോലും. അപ്പം 2 കൂട്ടം ആൾക്കാർക്കിടയിൽ കേരള സമൂഹം ഒന്നാകെ ആരാണ് ശരി ആരാണ് തെറ്റുകാരെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിലായിരിക്കുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിയാൽ വാട്ട് ഐ വാസ് ടെല്ലിങ് ബിഫോർ, ഈ ഒരു പ്രശ്നത്തിലേക്കുണ്ടായ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിനുള്ള കാരണങ്ങൾ എന്തായിരിക്കാം? ദ ഫസ്റ്റ് റീസൺ, മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി അർജുൻ എന്ന പേരിനോടൊപ്പം എങ്ങനെ വളർന്നു എന്ന് പറയാം. ഈ മണ്ണിടിച്ചിൽ വരുന്നു, അർജുനെ കാണാതായി ഇതൊരു മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തത് അത് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് മീഡിയയിൽ വരുന്നത്. വന്നപ്പോൾ കർണാടക സർക്കാർ, നമ്മുടെ സർക്കാർ ഇതിൻ്റെ മുൻപിൽ വരുന്നു. അതിനുശേഷം കുറച്ച് പൊളിറ്റിക്കൽ ലീഡേഴ്സ് വരുന്നു, രഞ്ജിത്ത് ഇസ്രായേൽ വരുന്നു, ആർമി വരുന്നു, ഈശ്വർ മാൽപ്പെ വരുന്നു. അപ്പം ഇവരൊക്കെ അധിക നാൾ ഈ ചാനൽസിൻ്റെ ചോദ്യം ചെയ്യലോ, അല്ലെങ്കിൽ ഇവരെയൊക്കെ അധിക നാൾ ഒരു മീഡിയ ശ്രദ്ധ ഇവർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അധികം ഒരു സ്ക്രീൻ സ്പേസ് ഇവർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് ഒരുപക്ഷെ പറയാം, കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിനുശേഷം മീഡിയയ്ക്ക് സംസാരിക്കാൻ ഒരു സ്പോക്സ് പേഴ്സണെ കിട്ടി. അതായത് അവർക്കത് വേണം, മീഡിയയ്ക്ക് അങ്ങനെയുള്ള ഒരാളെ വേണം തീർച്ചയായിട്ടും. എങ്കിൽ മാത്രമേ അവർക്ക് ഇൻപുട്സ് കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഓരോ തവണ ഓരോ ലൈവായിട്ടാണെങ്കിലും എന്തിനാണെങ്കിലും അപ്ഡേറ്റ് ചെയ്യുമ്പം മീഡിയയ്ക്ക് അങ്ങനെ ഒരാളെ എക്കാലത്ത് ഇന്നും വേണം. അങ്ങനെ ഒരാളായി മനാഫ്. അപ്പം അയാൾ ചെയ്ത കാര്യങ്ങൾ തെറ്റെന്നോ, അദ്ദേഹം അർജുനെ ഫാമിലിയെ മാനസികമായിട്ട് അന്ന് തൊട്ടേ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊന്നുമല്ല പറയുന്നത്. അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന മീഡിയയുടെ ഇതിനകത്തിലേക്കുള്ളൊരു ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പം അങ്ങനെ മനാഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉയർന്നു വന്നു. മീഡിയ മനാഫിനെ മാത്രമേ കാണിച്ചുള്ളൂ, അല്ലേ? അവിടെ അർജുൻ്റെ ഫാമിലിയെ കാണിക്കാൻ ഇടയായില്ല. കാര്യം ഇപ്പം നമ്മുടെ ഫാമിലി നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരാൾ മരിച്ചു കിടക്കുകയാണ്,
നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധുക്കാർ എത്രത്തോളം ആൾക്കാർ, എത്ര പേർക്ക് ആ ഒരു സാഹചര്യത്തിൽ ബോഡി പോലും കിട്ടിയില്ല, മരിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല, എവിടെയാണെന്ന് നാട് മൊത്തം വരുന്നതാണ്, സംസ്ഥാനത്തിന് പുറത്തും തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡു യു എക്സ്പെക്ട് സമൺ ഫ്രം യുവർ ഫാമിലി ടു ഗോ ടു ദ സ്പോട്ട് ആൻഡ് അവിടെ നിന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാൻ എങ്ങനെ പറ്റും? സോ അവിടെയാണ് മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം കാണുകയും അദ്ദേഹത്തിലേക്ക് മീഡിയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുന്നത്. ഇവിടെയാണ് അർജുൻ്റെ ഫാമിലി ആദ്യം കുറ്റമാരോപിതരാകുന്നത്. നിങ്ങൾ എവിടെയാണ്, നിങ്ങൾക്ക് ഒരു വിഷമം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അർജുൻ്റെ ഫാമിലിയിൽ ചില ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, അളിയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോയിലൊക്കെ അതിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പഴയ വീഡിയോസ്. പക്ഷേ അത് മീഡിയ കാണിച്ചില്ല, അവർ കാണിച്ച് തന്നില്ല. അപ്പം ആദ്യം മീഡിയയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ചുരുക്കത്തിൽ പറഞ്ഞു നിർത്തുവാണ്. രണ്ടാമത് പറയാനുള്ള ഇൻവോൾവ്മെൻ്റ് ആണ് മതം. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരാളെ വൈകാരികമായിട്ട് ഏറ്റവും കൂടുതൽ തളർത്താൻ പറ്റുന്നത്, നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് എപ്പോഴും പുറത്ത് വരുന്നത് ഒരാളുടെ മതത്തിനെ പറ്റി പറയുമ്പോഴാണ്. അത് ആർക്കാണല്ലോ അങ്ങനെ തന്നെയായിരിക്കും. അപ്പം മഴ കാരണം കുറച്ച് ദിവസം കർണാടകയിൽ അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ ബോഡിയുടെ തെരച്ചിൽ നിർത്തിവെച്ചപ്പോഴത്തേന് അവിടെ കള്ളക്കടത്താണ്, ഇത് ലോറിയിൽ ചന്ദനം കടത്തുകയാണെന്നോ മരം കടത്തുകയാണെന്നോ എനിക്ക് അതറിയത്തില്ല. കടത്തിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്, ഈ പറഞ്ഞ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? സംഘപരിവാർ കൊണ്ടുവന്നു. അവർ കൊണ്ടുവന്നു. എന്താ പറയുന്നത്, ഇദ്ദേഹം ഇങ്ങനെ കള്ളത്തരത്തിന് വേണ്ടിയിട്ട് നിന്ന ഒരാളാണ്, അയാൾക്ക് തൊഴിലാളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹം കൊണ്ടൊന്നുമല്ല, അയാൾ കാരണം പലപ്പോഴും പലതും തടസ്സപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ആ വ്യക്തിക്കെതിരെ വന്നു. അങ്ങനെ അവസാനം 72ാമത്തെ ദിവസം അർജുൻ്റെ ബോഡി കിട്ടുന്നു. അപ്പം ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഗാംബ്ലിങ്, ഐ റിപ്പീറ്റ് പൊളിറ്റിക്കൽ ഗാംബ്ലിങ്, ഇത് തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സംഘപരിവാർ ആൾക്കാരുടെ അലിഗേഷൻസിനെ ഇവർ തിരിച്ചു കൊടുത്തു, മുസ്ലിംസ് തിരിച്ചു കൊടുത്തു. മുസ്ലിംസ് സമൂഹം എന്ന് തന്നെ പറയും, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ പറ്റും. കാര്യം അവർക്ക് അവരുടെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് അവിടെ ഹേർട്ടായി. അങ്ങനെ ഈ ഒരു സമൂഹം മൊത്തം മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി ഈശ്വര തുല്യനെ പോലെ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാർ ഇട്ട പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ പോലും വന്നതാണ്, സർ നിങ്ങൾ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരും കൂടി പരാമർശിക്കായിരുന്നു, അവിടെ നിങ്ങൾ പരാമർശിച്ചില്ല. അവരെ കുറ്റം പറയുന്നത് വേറെ കാര്യം, ഗവൺമെൻറ്റിനെ. അതുകൂടാതെ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ സപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. ന്യൂസ് ചാനലിന് കൊടുത്തിട്ടുള്ള എല്ലാ ക്ലിപ്സിനും രാത്രിയിലത്തെ ന്യൂസൊക്കെ ഞാൻ കണ്ട്, ഞാൻ ന്യൂസ് മാത്രമേ കാണാറുള്ളൂ, യൂട്യൂബേഴ്സിന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിനകത്തൊക്കെ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റിയിട്ട് ഭയങ്കര തരത്തിലേക്കുള്ള ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ആൾക്കാർ കൊടുക്കുന്നു. അപ്പോൾ ഈ നാട് മൊത്തം, നമ്മുടെ സമൂഹം മൊത്തം അദ്ദേഹത്തിനെ വാഴ്ത്തി. അവിടെ നടന്നിട്ടുള്ളത് ഒരു പ്രശസ്ത യൂട്യൂബർ പറഞ്ഞത് ഞാൻ കേട്ടു, ഒരു അൺറെക്കഗ്നൈസ്ഡ് PR വർക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടതാണ്, ഒരു ടൈറ്റിലിട്ടത്. അതിനകത്തിൽ അൺറെക്കഗ്നൈസ്ഡ് PR വർക്ക് ആണ്, അദ്ദേഹം പോലും അറിയാതെ അയാൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അൺറെക്കഗ്നൈസ്ഡ് PR വർക്കാണ് ഈ പറഞ്ഞ പോലെ ഇവിടെ നടന്നത്. ഇവിടെയും അർജുൻ്റെ ഫാമിലി എങ്ങനെയാണ് തെറ്റ് ചെയ്യുന്നത്? ഇവിടെ ബോഡി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവർക്കത് ആശ്വസിക്കാനുള്ളൊരു വകയാണായത്. മരിച്ചാണെങ്കിൽ പോലും ആ ഒരു ശരീരം പിന്നെ ആളുടെ കിട്ടി അവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും. അവിടെ എങ്ങനെയാണ് ഇവരുടെ ഫാമിലിക്ക് അനാവശ്യമായിട്ടുള്ളൊരു ഹെയ്റ്റ്, അവരുടെ ഫാമിലിയെ ആൾക്കാർ വെറുക്കാൻ കാരണമാവുന്ന ഘടകം എന്താണ്? അവരെന്താണ് ചെയ്തത്? അവർ ഈ പറഞ്ഞ പോലെ ബോഡി കാണാതായപ്പം ഓരോ ദിവസവും ഇവരവരും ആദ്യം മീഡിയയുടെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് വാർത്താസമ്മേളനത്തിന് മുമ്പ് ഒരു വീഡിയോ അവരുടെ പെങ്ങൾ ചെയ്തത് തന്നെ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ. അതേസമയം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വേറെ ഒരുപാട് ആൾക്കാരുണ്ട്, ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെയും ഈ ലോറിയുടെ യഥാർത്ഥ ഉടമ മുനീബ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ മുബീനെ നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? അല്ലെങ്കിൽ അതിനകത്ത് വർക്ക് ചെയ്ത ആർമി അല്ലെങ്കിൽ മറ്റു പലരും ഒഫീഷ്യൽസ് ഇവരുടെ എഫേർട്ടിനെയും കൂടെ മാനിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തുകൊണ്ടുള്ള അതിനൊരു നന്ദി പ്രകടനമായിരുന്നു ആ പെങ്ങളുടെ വീഡിയോ. അതിനെയും അനാവശ്യമായിട്ട് സൈബർ അറ്റാക്ക് നടത്തി ഒരുപാട് തരത്തിലേക്കുള്ള അതിനെതിരെയുള്ള അലിഗേഷൻസ് ആൾക്കാർ പറഞ്ഞു. അങ്ങനെയാണ് അവസാനം ഇവർ ഈ വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് പറയുന്നത്, ഇത് ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ, ഞങ്ങൾക്കിതൊക്കെ മടുത്തു, ഞങ്ങൾ അധികം സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാരല്ല, ഞങ്ങൾക്ക് അതിലുള്ള ശ്രദ്ധ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരല്ല എന്നും പറഞ്ഞാൽ അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് അവിടെ കാണുന്നത്. വീണ്ടും ആൾക്കാർ അവരെ കുറച്ചും കൂടെ എയർ കയറ്റിയെന്നുള്ളവർ അവരെ വലിച്ചു കയറി. പിന്നെ ഞാൻ പറയാം, ചിലർക്ക് ഇങ്ങനെ ക്യാമറയൊക്കെ ഓണാക്കി ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും. ചിലർക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല. ചിലർ പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശശുദ്ധി ഒന്നാണെങ്കിലും ഹൗ ദ വേ ദാറ്റ് ദ അതർ പീപ്പിൾ ഓർ ദ തേർഡ് പാർട്ടി ഹു ലിസൺ ടു ഇറ്റ് ഇൻ്റർപ്രറ്റ് വുഡ് ബി, അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി വുഡ് ബി സംതിങ് എൽസ്. ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് വാട്ട് വി തോട്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, ഇറ്റ് വുഡ് നോട്ട് ബി ദ വേ ദാറ്റ് വി സപ്പോർട്ട്. അത് ഞാൻ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തെ ജലത്തിലൂടെ നിന്നുകൊണ്ട് വേറെ ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഓഡിയൻസ്. ദാറ്റ്സ് വാട്ട് ഐ മെൻറ്റ്. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ
അതാണ് ഇവിടെ നടന്നത്. ഈ പറഞ്ഞൊരു പൊളിറ്റിക്കൽ ഗാദറിങ്, ഈ രണ്ട് മതങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്തൊരു പ്രശ്നം. പിന്നെ ഒരു രാഷ്ട്രീയം, മതം കലർന്ന രാഷ്ട്രീയം, ഇത് രണ്ടും കൂടെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം, മതവും രാഷ്ട്രീയവും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയ കാണിച്ചു കൊടുത്ത മനാഫിനെയാണ്. അപ്പം ഇതൊക്കെ കൊണ്ട് അർജുൻ്റെ ഫാമിലി ഇന്ന് നേരിടുന്ന ഒരു വല്ലാത്ത അവർ പറയുന്നത് ഞങ്ങൾക്ക് പണം വേണ്ട, ഞങ്ങൾക്ക് ആരുടെയും പണം വേണ്ട. ഇപ്പോഴും മനാഫ് ചില ഇൻ്റർവ്യൂസിനകത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രശംസകൾ, അദ്ദേഹത്തിന് പല സ്കൂളുകളിലും ഒക്കെ വിളിച്ച് അദ്ദേഹത്തിന് ആൾക്കാർ പ്രശംസിക്കുന്നുണ്ട്. പ്രശംസിച്ചോട്ടെ, അദ്ദേഹം ആ പ്രശംസ എല്ലാം ഏറ്റു വാങ്ങണം ഒരു പക്ഷേ. ബട്ട് എന്തുകൊണ്ട് ഇവരുടെ ഫാമിലിയെ ആൾക്കാർ കുറ്റം പറഞ്ഞു? ഇവരെന്നും എപ്പോഴും എങ്ങനെ തെറ്റുകാരാവുന്നു? ഇതൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിക്കേണ്ടത്. അപ്പം ഇനിയും അവരെ ഇത്തരത്തിലേക്കുള്ളൊരു, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഗാലറി നമുക്കെതിരെയായിരുന്നു. കുറച്ച് കമൻസ് കണ്ടു, പഠിച്ചിട്ട് സംസാരിക്കും സുഹൃത്തെ, നിങ്ങളും പഠിച്ചിട്ടൊന്ന് സംസാരിക്കുക, അതാണ് നല്ലത്. നിങ്ങളും പോയി ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്ക് തെളിവുകൾ വേണ്ട, അല്ലെങ്കിൽ ഇതിനുള്ളൊരു മെറ്റീരിയൽ ഡോക്യുമെൻറ്റ്സ് അതൊന്നും നിങ്ങൾക്ക് വേണ്ട. അതിൻ്റെ മെറ്റീരിയൽ തെളിവുകളിലേക്ക് പോകാണ്ട് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് നോക്ക്. ആരുടെ കൂടെ നിൽക്കണം, ആരുടെ കൂടെ നിൽക്കണ്ട. ഒരാളെ പക്ഷം പിടിക്കുന്നതിന് പകരം എല്ലാവരെയും ഫ്രീ ആയിട്ട് വിട്. ഇനിയും ഒരാൾ മരിച്ചു, അയാളുടെ ബോഡിയും കിട്ടി, ഇനിയും ആര് തെറ്റ് ആര് ശരിയെന്ന് മനസ്സിലാക്കാതെ അവരവരുടെ പ്രൈവസി കയറി ഇടപെടാതെ അവരെ ഫ്രീ ആയിട്ട് വിടാം. അത് എന്തുകൊണ്ട് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല? അവരുടെ ഗതികേടിനെ വീണ്ടും എന്തിനാൾക്കാർ കുറ്റപ്പെടുത്തി അവരുടെ ആ ഒരു സങ്കടത്തിൽ സന്തോഷിക്കുന്നു?